അസ്സലാമലൈക്കും. ഹായ് ഹലോ. ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ലാണ്ട് അങ്ങനെ സുഖമായിട്ട് പോകുന്നുണ്ട്. രാവിലെ എണീച്ചതും നമ്മുടെ ചായ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചായൻ്റെ റെസിപ്പി വേണത്രേ. അപ്പോൾ ഒരു ദിവസം ചായൻ്റെ റെസിപ്പി കാണിച്ചാലോ ഇങ്ങനെ ചോദിക്കുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ നമ്മുടെ കമൻറ്റ് ബോക്സിൽ. അപ്പോൾ എല്ലാവരും പറയും അയ്യേ ചായൻ്റെ റെസിപ്പിയോ എന്താ ഇത് എന്നൊക്കെ വേണമെങ്കിൽ പറയുമായിരിക്കും. എല്ലാവർക്കും നല്ല അടിപൊളി ചായ ഒന്നും ഉണ്ടാക്കാൻ ഇപ്പോഴും പറ്റാത്ത ആൾക്കാരുണ്ട്. പിന്നെ ചില അവിടങ്ങളിൽ ചായ അങ്ങനെ തന്നെയാണ്, കൊളവെള്ള ചായ തന്നെയാണ്. ചില ഭാഗങ്ങളിൽ ചായ കുടിക്കുമ്പോൾ ഇതെന്താ പായസമാണോ എന്ന് തോന്നിപ്പോകും. എല്ലാം കൂടെ ഒത്തുചേരുമ്പോഴാണ് ഈ ചായൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെ. ഈ ചായപ്പൊടിയും പാലും വെള്ളം എല്ലാം നന്നായി തിളച്ച് വെന്ത് വരുന്ന ആ ഒരു ടീക്ക് തന്നെയാണ് ടേസ്റ്റ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. പലപ്പോഴും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക എന്താണെന്നുള്ളത്. ഞാൻ 2-3 ടൈപ്പിൽ ടീ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഞാൻ ഉണ്ടാക്കുന്ന ഈ ഒരു ടീ തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ ചായ കുടിച്ച ശേഷം ഞാൻ ഒരു 9 മണിക്ക് ചായ കുടിക്കുള്ളൂ. ബാക്കി എല്ലാവർക്കും കൊടുത്തു. അതിന് ശേഷം ഞാൻ ക്ലീനിങ്ങിനൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എവിടേക്ക് ഒന്ന് സെറ്റാക്കി ബെഡൊക്കെ ഒന്ന് വിരിച്ചിടാമെന്ന് വിചാരിച്ചു കേട്ടോ. ബെഡ് ഒരുപാട് കുഴഞ്ഞു മറിഞ്ഞൊന്നും കിടക്കൂല, ജസ്റ്റ് ഒന്ന് ശരിയാക്കി ഒന്ന് തട്ടിക്കൊട്ടിയാൽ മതി. അപ്പോഴത്തേക്കും മഴ പെയ്യണം കണ്ടു കേട്ടോ. ചെറുതായിട്ട് തന്നെ ഇവിടെ മഴ പെയ്യുന്നുള്ളൂ, ഹെവി റെയിനൊന്നുമില്ല, പക്ഷെ ഇങ്ങനെ പെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. കാലാവസ്ഥയൊക്കെ ചേഞ്ചായി. വെള്ളം കൂട്ടുന്ന മഴയാണോ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. പിന്നെ വേഗത അടിച്ചു വാരി എടുക്കുന്നുണ്ട്. അടിച്ചു വാരി കഴിഞ്ഞിട്ട് ഇന്ന് കുക്കിങ്ങിലോട്ട് നിൽക്കാമെന്ന് വിചാരിച്ചു. ശനി ഞായറും പൊതുവേ ഞാൻ അങ്ങനെയാണ് കേട്ടോ, ക്ലീനിങ് കഴിഞ്ഞിട്ടാണ് കുക്കിങ്ങിലോട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇത് ശനിയാഴ്ചത്തെ വ്ളോഗാണ് കേട്ടോ. പിന്നെ എന്താണ് നിങ്ങളുടെ വിശേഷം പറയൂ. ജിനി അടുക്കള ഭാഗം അടിച്ചു വാരുന്നത് കാണാൻ നല്ല ഭംഗിയാണെന്ന്. അതിനൊക്കെ ഒരു ഭംഗിയുണ്ട്, എനിക്കറിയില്ല. ഗ്യാസ് കിട്ടിയോ ചോദിക്കുന്നുണ്ട്. ഗ്യാസ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ വെച്ച ഗ്യാസ് തീർന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ വളരെ സമാധാനം. ഇനി ജൂലൈ 11 തന്നെ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഇങ്ങനെ പോവുകയാണെങ്കിലും നമുക്ക് കുഴപ്പമൊന്നുമില്ല, എത്തിക്കിട്ടും കേട്ടോ. എത്തിക്കിട്ടിയാൽ മതിയെന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ പരിപ്പിച്ചാറിന് വേണ്ടിയിട്ടുള്ള പരിപ്പൊക്കെ ഒന്ന് കുക്കറിലോട്ട് ഇട്ടിട്ടുണ്ട്. അതിന് ഉള്ളിയും വെളുത്തുള്ളിയും തക്കാളി പച്ചമുളകൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ അതൊന്ന് നന്നാക്കി എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ചപ്പാത്തി ചൂടുവെള്ളത്തിലാണോ കുഴച്ചതെന്ന് നമ്മളോട് ചോദിക്കുന്നത്. അല്ല, പച്ചവെള്ളത്തിലാണ് ഞാൻ ചപ്പാത്തി കുഴക്കാറുള്ളത്. അത് തന്നെ നല്ല സോഫ്റ്റും ടേസ്റ്റും ആയിട്ട് കിട്ടും കേട്ടോ. പിന്നെ നിങ്ങളുടെ വീഡിയോ സൂപ്പറാണ്, എല്ലാം സൂപ്പറാണെന്ന് പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. ഹലോ ജിനിത്ത, സുഖമാണോ? അതേ മുത്ത, സുഖമാണ്. ഞാൻ പരിപ്പിച്ചാറിൻ്റെ റെസിപ്പി പ്രത്യേകിച്ച് പറയുന്നൊന്നുമില്ല. ഞങ്ങളുടെ ഇവിടുത്തെ നാഷണൽ കറി എന്താ ചോദിച്ചു കഴിഞ്ഞാൽ പരിപ്പിച്ചാറ് എന്ന് പറയാം. അപ്പോൾ ഞാൻ എൻ്റെ വ്ളോഗിൽ ഒരുപാട് കാണിച്ചിട്ടുള്ള ഒരു റെസിപ്പിയും കൂടിയാണ് കേട്ടോ. പിന്നെ ഞാനും ഡയറ്റിലാണ്. എപ്പോഴും വെയിറ്റ് സാവധാനം കുറയുന്നുള്ളൂ. ഇത്തടെ വെയിറ്റ് ഇപ്പോൾ എത്രയായി ചോദിക്കുന്നുണ്ട്. എൻ്റെ വെയിറ്റ് 71 ആണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. 75 തുടങ്ങിയതാണ്, 71 നിൽക്കുന്നുണ്ട്. പിന്നെ അങ്ങോട്ട് ഇളകിയിട്ടില്ല. നമുക്ക് നോക്കാം ഇളക്കുമെന്നുള്ളത്. കാരണം ഞാൻ സാധാരണ വെയിറ്റ് കുറയാണ്ടാവുമ്പോൾ ഞാൻ നിർത്തിയിട്ട് പോവാറുണ്ട്, എനിക്ക് ദേഷ്യം വന്നിട്ട്. ഇപ്രാവശ്യം എനിക്കെന്തോ ഞാൻ ഭയങ്കര കൂളായിട്ടിരിക്കുകയാണ്. ഇപ്പോൾ എനിക്ക് ചോറ് കാണുമ്പോൾ കഴിക്കാനുള്ള ക്രേവിങ്സും അങ്ങനെയൊന്നുമില്ല. പിന്നെയും ഈ ഇടയ്ക്ക് ചോറ് കണ്ടപ്പോൾ കഴിക്കാൻ തോന്നിയത്, ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഒരു അതിഥി റെസ്റ്റോറൻറ്റിൽ കയറി. അവിടെ മട്ടരി ചോറ് കണ്ടപ്പോൾ എനിക്ക് കുറച്ച് കഴിക്കാൻ തോന്നി, പക്ഷെ ഞാൻ കഴിച്ചില്ല. പക്ഷെ ഞാൻ ഒരു ഫ്രോഡ് പരിപാടി ചെയ്തു. അതെന്താന്ന് പറഞ്ഞാൽ അവിടെ പായസം കിട്ടും, കുഞ്ഞു ഗ്ലാസ്സിൽ പരിപ്പ് പായസം കിട്ടും. അത് ഞാൻ കുടിച്ചു. ഞാൻ 1-2 സിപ്പ് കുടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇരുന്നത്, പക്ഷെ ഞാൻ അറിയാണ്ട് അത് ഫുള്ള് കുടിച്ചു പോയി. സാരമില്ല അല്ലേ, എപ്പോഴെങ്കിലും എല്ലാം ഇങ്ങനെ ചീറ്റ് ചെയ്യാൻ പാടില്ല. നമ്മളൊരു 60 ദിവസം പ്ലാൻ ചെയ്ത് 60 ദിവസം തന്നെ കറക്റ്റായി കൊണ്ടുപോകണം കേട്ടോ. അതെൻ്റെ മിസ്റ്റേക്കാണ്. ഞാൻ ഈ ഒരു സ്റ്റാർട്ട് ചെയ്ത പിന്നെ ഒരു സ്കൂപ്പ് ഐസ്ക്രീമും ഒരു പെരുന്നാളിൻ്റെ ടൈമിൽ കഴിച്ചു. പിന്നെ ഈ പായസം കേട്ടോ. ഇങ്ങനെയാണ് ഞാൻ മധുരം കഴിച്ചത്. ആ മധുരം കഴിച്ചപ്പോൾ എനിക്കെന്ത് സ്വർഗത്തിലെത്തിയ ഫീലായിരുന്നു കേട്ടോ. ഞാൻ എന്നിട്ട് എല്ലാവരോടും പറയുകയും ചെയ്തു. അങ്ങനെ എൻ്റെ വെയിറ്റ് 71 ആണ്. 67 എനിക്ക് ആക്കിയെടുക്കണം എന്നാണ് ആഗ്രഹമുള്ളത് കേട്ടോ. അപ്പോൾ
കുറേ പേര് ജിനി എന്ന് വിളിച്ചിട്ടുണ്ട്. അടിപൊളി വീഡിയോ, താങ്ക് യു സോ മച്ച്, സൂപ്പർ എന്ന് പറയുന്നുണ്ട്. താങ്ക് യു. അപ്പോൾ ഇന്നലെ നമ്മൾ അരച്ചെടുത്ത നമ്മുടെ ദോശമാവാണ്. ഞാൻ റേഷ്യോ ഇന്നലത്തെ വ്ളോഗിൽ ഇട്ടിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ കണ്ട് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ ദോശമാവിലോട്ട് ഉപ്പും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് കറി ഒന്ന് വിളമ്പി എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഒരു മുളക് ചട്നിയും കൂടി അരയ്ക്കാമെന്ന് വിചാരിച്ചു. പരിപ്പ് ചാറുണ്ടെങ്കിൽ എല്ലാവരും നല്ല ക്രിസ്പി ദോശയും പരിപ്പ് ചാറും കഴിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ് കേട്ടോ. അയൻകുട്ടി അതിൻ്റെ ഇടയിൽ ട്യൂഷൻ പോയതാണ്, അതൊന്നും ഞാൻ അതിൽ പറഞ്ഞില്ല അല്ലേ. നമ്മൾ വേറെ കാര്യങ്ങൾ സംസാരിക്കണതിൻ്റെ ഇടയിൽ ചോറ് കുക്കറിലാണോ വെക്കാറ്? അതെ. എഗ്ഗ് കുക്കറിൽ ഒരു വിസിലടിച്ചാൽ മതി. ചെറുനാരങ്ങ പകുതി ഇട്ടാൽ കുക്കറിൽ കറ പിടിക്കില്ല എന്ന് പറയുന്നുണ്ട്. നോക്കാം ഇൻഷാല്ല. വിനീഗർ ഒഴിച്ചാലും പിടിക്കുമോ? ചായ അടുപ്പത്ത് വെച്ച് അടിച്ചു വരാൻ പോയ മിടുക്കി സമ്മതിച്ചു. ഞാൻ തിരിച്ചു വരുമ്പോഴത്തേക്കും അത് കറക്റ്റ് ടിക്കേഷൻ ആവും എന്നുള്ളത് എനിക്കറിയാം. മറ്റേ മണിച്ചിത്രത്താഴിൽ ഉറക്കത്തിൻ്റെ ആഴം അളന്നിട്ട് പോണ പോലെയാണ് ഞാൻ ചായയുടെ ഡിക്കേഷൻ എത്രത്തോളം വരും എന്നുള്ളത് ഞാൻ അളന്നിട്ട് പോയത് കേട്ടോ. സോ ഇതൊക്കെ നമ്മളിപ്പോൾ കുറേ വർഷങ്ങളായിട്ട് ചെയ്യുന്നൊരു സംഭവമല്ലേ. അപ്പം നമുക്ക് ഏത് സമയത്ത് എത്രയൊക്കെ ആവും എന്തൊക്കെ ആവും എന്നുള്ളത് കറക്റ്റായിട്ട് അറിയുന്ന കാര്യമാണല്ലോ. പിന്നെ നാട്ടിൽ മഴയുണ്ടോ ചോദിക്കുന്നുണ്ട്. സുഖമാണ്, നാട്ടിൽ മഴ ചെറുതായിട്ടുണ്ട് ഇവിടെ. പിന്നെ ഞാൻ കാണാറുണ്ട് യൂട്യൂബ്, ഫേസ്ബുക്ക്, ഞാൻ എല്ലാം കാണാറുണ്ട്. ഒരുപാട് കമൻ്റ് ഇട്ടിട്ടുണ്ട്. ഫൈസു താങ്ക് യു സോ മച്ച്, എപ്പോഴും കമൻ്റ് ഉണ്ടാകാറുണ്ട്. പിന്നെ എൻ്റെയും ഡയറ്റ് മോളും ചെയ്യുന്നുണ്ട്, എൻ്റെ മോളും ചെയ്യുന്നുണ്ട് ഡയറ്റ് 1 വീക്കായി. ഓക്കെ, സേഫായിട്ട് ചെയ്യാൻ പറയൂ. ഞാനും സേഫായിട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു വിചാരം. നോക്കാം. മക്കളെ എത്രയിലാണ് പഠിക്കണേ ചോദിക്കുന്നുണ്ട്. വലിയ ആൾ ഇനി കോളേജിലോട്ട് പോകാൻ പോകുന്നുണ്ട്, ചെറിയ ആൾ 9th കേട്ടോ. പിന്നെ വേറെ എന്താണ്, ഗീ ബിസിനസ് ഇപ്പോൾ ഇല്ലേ ചോദിക്കുന്നുണ്ട്. ഉണ്ട്, ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ടല്ലോ ഇതിൽ. അപ്പോൾ ആവശ്യമുള്ളവർ വിളിക്കുക കേട്ടോ. വിളിക്കുക, അല്ലെങ്കിൽ വാട്സാപ്പിൽ ഓർഡർ ചെയ്താലും മതി. നമ്മൾ റേറ്റും കാര്യങ്ങളൊക്കെ അയച്ചുതരാം. പിന്നെന്താ, എന്തെല്ലാം മോഡൽ കുക്കിംഗ് ആണ് ജിനി, നിങ്ങളൊരു മുതലാണെന്ന് പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. പിന്നെ ഇതാ ഞാൻ അടിച്ചു വാരലും കഴിഞ്ഞു. കുറച്ച് ഡ്രസ്സുകൾ ഉണങ്ങാനിടാനുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ നമ്മൾ എന്താ പറയുക, വെള്ളം നോട്ടാൻ വേണ്ടിയിട്ട് അവിടെ കേട്ടോ സ്വിച്ച് വെച്ചേക്കുന്നത്, അതൊക്കെ നോട്ടി. ഈ ഒരു ഡ്രസ്സ് ഇടുന്നതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ വെള്ളം ഓട്ടിക്കഴിഞ്ഞാൽ എന്നറിയണത് അപ്പം തന്നെ അറിയാം. അപ്പം നമുക്ക് വേഗം ഓഫാക്കും ചെയ്യാം അല്ലേ. അങ്ങനെ നമ്മൾ നെക്സ്റ്റ് ചായ വെക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിന് ശേഷമുള്ള ചായ. ഉമ്മാൻ്റെ ഉപ്പാൻ്റെ കഴിക്കലും അതുപോലെ മരുന്ന് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ചായ വെക്കുന്നുള്ളൂ ഇപ്പോൾ. പിന്നെ ബാക്കി വന്ന മാവിനെ ഇതുപോലെ നടച്ച് ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. നമ്മൾ എന്ത് ടാബ്ലറ്റ് കഴിച്ചാലും അരമണിക്കൂർ കഴിഞ്ഞിട്ടൊക്കെ ഉള്ളൂ ഇത്ര ചായ കുടിക്കാൻ പാടുള്ളൂ. അത് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും അല്ലേ. അങ്ങനെ നല്ല മഴ. ഓക്കെ, ഉപ്പാക്ക് സുഖമാണോ ചോദിക്കുന്നുണ്ട്. അതെ സുഖമായിട്ടിരിക്കുന്നുണ്ട്, കുഴപ്പമില്ല. ഏജ് ആയതിൻ്റെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്, അല്ലാത്ത പക്ഷം കുഴപ്പമൊന്നുമില്ല. ആളുടെ കാര്യങ്ങൾ ആളിനെ ചെയ്യുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് തരുന്ന ഏറ്റവും വലിയ അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്വന്തം കാര്യങ്ങൾ നമുക്ക് സ്വന്തം ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ എഗ്ഗൊന്ന് കഴുകിയെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്നും പുഴുങ്ങാൻ വേണ്ടി വെക്കണം. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ നേരെ ലഞ്ച് ഉണ്ടാക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ടൈപ്പ് വ്ളോഗ് നിങ്ങൾ കണ്ടിട്ട് ശീലമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ എൻ്റെ ഫേസിനെ കാണിക്കണം എന്നൊന്നുമില്ല അല്ലേ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് ഞാൻ അങ്ങനെ മാത്രം വ്ളോഗ് ചെയ്തപ്പോൾ അത് മാത്രമേ എല്ലാവർക്കും പറ്റുള്ളൂ എന്നൊക്കെയാണ് കേട്ടോ എൻ്റെ വിചാരം. പക്ഷെ അത് റോങ് ആയിരുന്നു. യു ആർ റിയലി ഓസം എന്ന് പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. ഇഡ്ഡലിയുടെ അരിയുടെ ബ്രാൻഡ് ഏതാണ്? ഇഡ്ഡലി അരിയുടെ ബ്രാൻഡില്ല, ഞാൻ പൊന്നി അരി തന്നെയാണ് ഇഡ്ഡലിക്ക് ഇടാറ്. ചോറ് വയ്ക്കുന്ന അരിയില്ലേ, എനിക്ക് അതാണ് തൃപ്തി ഉള്ളത് കേട്ടോ. ഇഡ്ഡലി അരി കൊണ്ട് ഇഡ്ഡലി ഉണ്ടാക്കണ പോലെ എനിക്കെന്തോ തൃപ്തിയില്ല. അങ്ങനെ നമ്മുടെ കറിവേപ്പിലേക്ക് വലിച്ചിട്ട് വന്നിട്ട് ഞാൻ എഗ്ഗ് റോസ്റ്റാണ് ഇന്ന് ഉച്ചയ്ക്ക് ഉണ്ടാക്കുന്നത്. പരിപ്പ് ചാറും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കടുകും ജീരകവും ഒക്കെ ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. വലിയ ജീരകം ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 4 വലിയുള്ളി, 4 പച്ചമുളകും പിന്നെ അതുപോലെ കറിവേപ്പില, ഉപ്പൊക്കെ ഇട്ടിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ഒന്ന് അടച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വഴണ്ട് വരും കേട്ടോ. അതിനുശേഷം ചതച്ച നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് തക്കാളിയും
കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട്. ഇനി വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് ഞാൻ ചോറ് വെക്കാമെന്ന് വിചാരിച്ചിട്ട് കുക്കറിൽ അരി ഇട്ടു. ഒരു നാഴി ചോറ് തന്നെയാണ് കേട്ടോ, ഒരു നാഴി ആവശ്യമില്ല കേട്ടോ. ഇപ്പോൾ ഞാനൊന്നും കഴിക്കുന്നില്ലല്ലോ. അപ്പോൾ അത് കഴുകി വൃത്തിയാക്കി വെള്ളം ഒഴിച്ചിട്ട് വിസിലടിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. 2-3 വിസിൽ മതി കേട്ടോ നമുക്ക്. പിന്നെ ഇതാ ഉള്ളി ഇങ്ങനെ ആയിട്ടുണ്ട്. മുളക് പൊടി, ഗരം മസാല, നോർമൽ മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി 1.5 സ്പൂണ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി 1/2 സ്പൂണ് കേട്ടോ. അതുപോലെ ഞാൻ 2 സ്പൂണാണ് കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ടായിരുന്നത്. അത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വയ്ക്കുന്നുണ്ട്. എഗ്ഗ് അപ്പോഴത്തേക്കും ആയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതുപോലെ ഒന്ന് തൊലിച്ചെടുത്തിട്ടുണ്ട്. ഇനി വരഞ്ഞും കൂടെ എടുക്കണം. എഗ്ഗ് റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും വരഞ്ഞും കൂടെ എടുത്തു കഴിഞ്ഞാൽ എഗ്ഗിൻ്റെ ഉള്ളിലോട്ട് മസാല പിടിക്കും കേട്ടോ, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ലാസ്റ്റായിട്ട് ഞാൻ കുറച്ച് തേങ്ങാപ്പാലിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതുപോലെ മേടിച്ച് ഇങ്ങനെ എപ്പോഴും നന്നായി സ്റ്റോക്ക് വെക്കില്ല, എന്നാലും ഇടയ്ക്ക് മേടിക്കും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈസിയാണ്. കറികൾക്കൊക്കെ ഓരോ സ്പൂൺ ഇട്ട് കഴിഞ്ഞാൽ എല്ലാ ടേസ്റ്റും ഒന്ന് ബാലൻസായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ അങ്ങ് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എഗ്ഗ് റോസ്റ്റ് റെഡി. അപ്പം എല്ലാറ്റിൽക്കും കഴിക്കാം കേട്ടോ. ഇത് നല്ല ടേസ്റ്റാണ്, ചോറിൽക്കൊക്കെ കഴിക്കാം. പിന്നെ ഞാൻ മത്തൻ കൂട്ടാനാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കിയത്. മത്തനും പിന്നെ രാവിലെ അരച്ച നമ്മുടെ ചമ്മന്തിയാണ്. എന്തായാലും ഇതിലോട്ട് ചെറിയ ഉള്ളിയും പച്ചമുളകൊക്കെ ആവശ്യം വരും. അപ്പം ഞാൻ എന്ത് ചെയ്തു, അത് അരച്ചത് അങ്ങ് ചേർത്ത് കൊടുത്തു. പിന്നെ അങ്ങനെ ചേർക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് വേവിച്ചു കേട്ടോ. പിന്നെ താളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചെറിയുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ചുവന്ന മുളകും കടുകും ജീരകവും ഇട്ട് പൊട്ടിച്ച ശേഷം അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുകും ജീരകവും ഒന്ന് ഒതുക്കി, തേങ്ങയും ജീരകവും ഒന്ന് ഒതുക്കിയും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഈ ഒരു താളിപ്പാവുമ്പോൾ അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ വേവിച്ച മത്തനും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ, സിമ്പിളാണ്. പക്ഷെ ഞാൻ ഉണ്ടാക്കിയതിൽ ഇച്ചിരി വെള്ളം കൂടിപ്പോയി, ഒന്ന് വറ്റിച്ചെടുത്താൽ മതി കേട്ടോ. ഇതിലോട്ട് തന്നെ പയറും കൂടെ ഇട്ട് കൊടുക്കും. അങ്ങനെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ ശേഷം ഞാനിങ്ങനെ പുറത്തൊക്കെ പോയി നിന്നപ്പോൾ ഏകദേശം മുറ്റമൊക്കെ ഡ്രൈ ആയിട്ടിരിക്കുന്നുണ്ട്. അവിടെ ഒരാൾ ട്യൂഷനൊക്കെ കഴിഞ്ഞ് വന്ന് ഇരിക്കുന്നുണ്ട്. ചോറ് വേണ്ടാത്ര ഇന്ന്, എന്താണ് കൂട്ടാൻ നോൺ വെജ് ഒന്നും ഇല്ലല്ലോ, അതാണ് അവൻ പറയുന്ന റീസൺ. അപ്പോൾ പിന്നെ വരുമ്പോൾ എന്തൊക്കെയോ കഴിക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചോറ് ഞാൻ പറഞ്ഞു ഇപ്പോൾ കഴിച്ചിട്ടില്ലെങ്കിൽ രാത്രി കഴിക്കണം, ഞാൻ കളയൂല എന്തായാലും പറഞ്ഞു. അപ്പോൾ ഓക്കെ എന്നും പറഞ്ഞ് ഡീലാക്കിയിട്ടാണ് കേട്ടോ. ഇതാണ് എൻ്റെ ലഞ്ച് കേട്ടോ. തൈര് എടുത്തിട്ടുണ്ട്, മത്തൻ കൂട്ടാൻ എടുത്തിട്ടുണ്ട്, കറിയത്തെ വെജിറ്റബിൾ എടുത്തിട്ടുണ്ട്, 2 എഗ്ഗും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് കഴിക്കട്ടെ. നല്ല ടേസ്റ്റ് തോന്നാറുണ്ട് എനിക്ക് ഇങ്ങനെ കഴിക്കുമ്പോൾ തന്നെ കേട്ടോ. കൂട്ടാനൊക്കെ എടുക്കുന്നുണ്ടല്ലോ, മറ്റേത് വെറും കുക്ക് ചെയ്യാത്ത പച്ചക്കറികൾക്ക് ഒക്കെ മാത്രമാണെങ്കിൽ നമുക്ക് എപ്പോഴും മടുത്തിട്ട് പോവുമായിരുന്നു. ഇതാകുമ്പോൾ പതുക്കെ കുറഞ്ഞാലും കുഴപ്പമില്ല എന്നുള്ളൊരു മെൻറ്റാലിറ്റിയാണ് കേട്ടോ. അങ്ങനെ എല്ലാം കൊണ്ടുവച്ച ശേഷം ഞാൻ ഉമ്മാനുപ്പാനൊക്കെ കഴിക്കാൻ വിളിച്ചു. റിഹാന് പുറത്തു പോയിരിക്കുകയാണ്. വരുമ്പോൾ അവൻ്റെ കോലം ഫുള്ള് എന്താ പറയുക, ആരിനെയും ഹെൽപ്പ് ചെയ്തതാത്രേ. ഫുള്ള് മണ്ണ് ഫുള്ള്. അത് കഴിഞ്ഞിട്ട് എന്താണ് പിന്നെന്താ, പിന്നെ ഞാനൊരു റെസിപ്പിയും കൂടി ഇതിൽ കാണിക്കുന്നുണ്ട്. ഡള്ളായി പോകുന്നുണ്ട് അല്ലേ. രാവിലെ എണിച്ചതുമാണ് ഞാൻ വോയിസ് ഓവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്, അതിൻ്റെ ആയിരിക്കും മേ ബി. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇവിടെ ഏകദേശം ഫിനിഷാവാൻ പോവാണ്. നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. നമ്മുടെ യൂട്യൂബ് ചാനലാണെങ്കിലും ഇൻസ്റ്റാ പേജ് ആണെങ്കിലും ഒക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ അടുത്ത് ഇക്കാൻ്റെ ജോലി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ജോഗറിൽ വർക്ക് ചെയ്യുന്നത്. ചെന്നൈയിൽ ഒരു ഏരിയ എടുത്തിട്ട് അവിടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ എന്തായാലും എല്ലാവരുടെയും കാര്യങ്ങളൊക്കെ കഴിയട്ടെ. മോനിക്ക് അഡ്മിഷനും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഏത് കോഴ്സാണ് എന്താണ് കോളേജിലോട്ട് പോകാൻ പറ്റുകയാണെങ്കിൽ അതിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ ചെയ്യണം എന്ന് നല്ല ആഗ്രഹമുണ്ട്. പോകണമെന്ന് നല്ല ആഗ്രഹമുണ്ട് കേട്ടോ. കാരണം നമ്മുടെ മക്കളിലെ ഓരോരോ ചെയ്യുന്ന ഫസ്റ്റ് മൊമെൻറ്റിലൊക്കെ നമുക്കും എന്താ പറയുക ഇൻക്ലൂഡ് ആവുക എന്നുള്ളത് നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ വലിയ സ്വപ്നങ്ങളല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ബൈ, ടേക്ക് കെയർ.